ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കുന്നത്. ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്, കറണ്ട് എനർജി ആൻഡ് യൂണിവേഴ്സ് ഗൈഡൻസ്. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് ഒന്ന് കൂളാക്കി റിലാക്സ് ചെയ്തിരിക്കുക. 3 ഡീപ്പ് ബ്രെത്ത്സ് എടുക്കാവുന്നതാണ്. ഫോക്കസ് ചെയ്ത് റീഡിങ്സിലേക്ക് കൊണ്ടുവരിക. ജനറലായിട്ടുള്ള റീഡിങ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്നില്ല. സോ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. Seven of Cups, Ace of Wands, 3 of Swords, King of Wands, 8 of Swords, 3 of Pentacles, 2 of Wands, 2 of Cups, 3 of Cups, High Priestess and Page of Swords. ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ലൈക്ക് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഏസ് ഓഫ് വോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നു. അത് പോസിബിളി തേർഡ് പാർട്ടി ആകാനാണ് ചാൻസ്. സോ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആ ഒരു വ്യക്തി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് 3 ഓഫ് സോഡ്സ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു പേഴ്സൺ ഇനിയും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ്. സോ അതൊരു തെറ്റായ ഒരു ചോയ്സ് ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയത് ഒരുപാട് ചോയ്സസ് ഉണ്ട്, പക്ഷേ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു തീരുമാനം വളരെ തെറ്റാണ് എന്നൊരു വ്യക്തിക്ക് പിന്നീട് മനസ്സിലാകുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്രേക്കപ്പിലേക്ക് എത്തുമെന്നുള്ളത് അത്രയും പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തിക്ക് വരും ഈ ഒരു തേർഡ് പാർട്ടി കാരണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ആണ് ഇതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കേണ്ടത്. ആ ഒരു പേഴ്സൻ്റെ ട്രൂ സോൾമേറ്റിനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ട്രൂ സോൾമേറ്റ് ആയിട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വേണം ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, സോ ആ ഒരു വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഴിവ് വേണം. ആ ഒരു വ്യക്തി ആക്ഷൻസ് എടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു വിഷമത്തിൽ അതിൽ ഡൗൺ ആയിരിക്കാണ്ട്, ഇമോഷണലി ഡൗൺ ആയിരിക്കാണ്ട് ആ ഒരു വ്യക്തി അതിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. കിങ്ങിൻ്റെ എനർജി വേണം. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കുമ്പോഴത്തേക്കും 8 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിക്ക് ഉള്ളതെന്നുള്ളതാണ്. അറിയില്ല ഏത് തരത്തിലാണ് ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ഇമോഷണൽ പെയിൻ കൊടുക്കണമെന്ന് അറിയത്തില്ല. ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവുക എന്താണ് നമുക്കറിയത്തില്ല. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി മൂലം നല്ല രീതിയിലുള്ള ഒരു പെയിൻ ആ ഒരു വ്യക്തി അനുഭവിക്കും, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് വന്നിട്ടുള്ളത്, 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഇവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല നിങ്ങളും നിങ്ങളെ പാർട്ട്ണറും തമ്മിൽ. അപ്പോൾ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഹോണസ്റ്റ് ആയിട്ടുള്ള, അതായത് എല്ലാം തുറന്നു പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ കണക്ഷനെ പറ്റിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സോൾമേറ്റിൻ്റെ എനർജിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു സോൾമേറ്റ് എനർജിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം, എല്ലാം തുറന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇനിയും എന്താ പറയുക, കള്ളം പറയുക അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ എന്തായാലും ഓപ്പൺ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത്
സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ആൻഡ് 2 ഓഫ് കപ്സിന് ശേഷം വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണല്ലേ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയി പോകുമെന്നുള്ളൊരു എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആക്ഷൻസ് എടുക്കേണ്ട ആരാണ്? നിങ്ങളുടെ പാർട്ട്ണറാണ്. അപ്പോൾ ആ ഒരു പാർട്ട്ണർ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്നും പുറത്ത് വന്ന് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റിയൂണിയൻ പോസിബിളാണ്. ആൻഡ് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പി റിയൂണിയന് ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കിപ്പോഴും പല കാര്യത്തിലും അവ്യക്തതയുണ്ട്. സോ ആ ഒരു വ്യക്തത നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഈ പറഞ്ഞ പോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളൊരു ക്വിക്കായിട്ടുള്ളൊരു ആക്ഷൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണ രീതിയിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉടനെ വരുമെന്നുള്ളതാണ്. സത്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഉടനെ മനസ്സിലാക്കും എന്നുള്ളതും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതായിരുന്നു നമുക്ക് വന്നിരിക്കുന്ന റീഡിങ്സ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പോൾ കറൻ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത്. ഇവിടെ മെയിൻ ആക്ഷൻ എടുക്കേണ്ടത് ആ ഒരു വ്യക്തിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഔട്ട്കം, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു റീഡിങ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കിപ്പോഴും അവ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഉടനെ അറിയുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യൂണിവേഴ്സൽ അഡ്വൈസസ് എന്താണെന്നും കൂടി നോക്കാം. ഡെവിൾ കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് wands, 9 of swords and page of cups. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് നമുക്ക് ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ലൈഫിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, കട്ട് ഓഫ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ആൻഡ് ബിവെയർ ആയിട്ടിരിക്കുക എപ്പോഴും. ആ ഒരു നിങ്ങൾ ഓവർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അത് നിങ്ങൾക്കൊരു വാർണിംഗ് പോലെയാണ്, നിങ്ങൾ ബിവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ജോബ് വൈസ് അല്ലെങ്കിൽ ആ ഒരു കരിയർ റിലേറ്റഡ്, മണി റിലേറ്റഡ്, അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. ആൻഡ് ഈ ഒരു കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഓവർ സ്ട്രെസ്ഡ് ആകണ്ട എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ആൻഡ് 7 ഓഫ് wands വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് കുറച്ച് ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടായിരിക്കും, ആരായിട്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോട് ഒരു വിശ്വാസം, അതുപോലെ തന്നെ സെൽഫ് ലവ് ഒക്കെ വേണം. സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ആ ഒരു വാല്യൂ, ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ ലവ് ലൈഫിൽ ഇതായിരിക്കും മെയിൻ റീസൺ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ്റെ മെയിൻ റീസൺ. സോ അത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചാലഞ്ചസ് വന്നാലും നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡ് ക്ലിയർ ആണ്. നിങ്ങളല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇത്രയും വേദനാകരമായി മാറിയതും അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചാലഞ്ച് വന്നാലും ഫേസ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കണം എന്നുള്ളതാണ്
അവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ കറൻ്റ്ലി നല്ല രീതിയിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ആങ്ഷ്യസ് ആണ്, ലൈക്ക് ഓരോ ഡേയ്സും നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ എനർജിയൊക്കെ ഡെയിലി ഡ്രെയിൻ ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ലായിരിക്കും. അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയില്ലായ്മ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങളിപ്പോൾ ഓവർകം ചെയ്യണമെന്നൊരു അഡ്വൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഒരു വാക്കിനൊക്കെ പോകാം, നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് അഫർമേഷൻസ് കേൾക്കാം, കാമിങ് മ്യൂസിക് ഉണ്ട്. സോ അത് കേട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഡെയിലി നിങ്ങൾ കുറച്ച് ഒരു നിങ്ങളുടെ മൈൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ടൈം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റിലേഷൻഷിപ്പിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു. നിങ്ങളോട് അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇമോഷണലി ഹീലായിട്ടുണ്ടാകണം. പക്ഷേ നിങ്ങളിപ്പോൾ ഇമോഷണലി ഓക്കെ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഓക്കെ ആകുക, സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ ഗൈഡൻസിൽ നോക്കുമ്പോഴത്തേക്കും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടോക്സിക് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്ത് വരാൻ ശ്രമിക്കുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ എല്ലാ ഇതിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നിങ്ങൾക്കുള്ള ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭയം, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഇതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യണം. പതിയെ പതിയെ പറ്റത്തുള്ളൂ. അപ്പം കുറേശ്ശെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓപ്പണായി ഹാപ്പിയായി ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റീഡിങ്സ്. ഓക്കെ. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.